إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനോടും പിന്നെ നിങ്ങളെയും ഓർമ്മിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അയച്ചതിന്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാണ് ഏറ്റവും നല്ല രൂപത്തിൽ അമലുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന് പരീക്ഷണങ്ങൾ വിജയിച്ച് നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുക എന്നതാണ്. ഏറ്റവും നല്ല രൂപത്തിൽ അമലുകൾ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ ജീവിതത്തെ നയിക്കുക എന്നതാണ്. എന്നാൽ പലപ്പോഴും നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മളുടെ നന്മകൾക്ക് തടസ്സമാകുന്ന ഒന്നാണ് അലസത, മടി എന്നത്. അത് ജമാഅത്ത് നമസ്കാരങ്ങളുടെ വിഷയത്തിൽ അവിടെ എത്തുന്നതിൽ മടിയുള്ള ആളുകൾ, ജുമുഅ ദിവസം പള്ളിയിലേക്ക് എത്തുന്ന വിഷയത്തിൽ മടിയുള്ള ആളുകൾ,
അങ്ങനെ തുടങ്ങി നമ്മൾ നോക്കുമ്പോ മാതാപിതാക്കൾ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തിരിച്ച് ഒന്ന് മറുപടി കൊടുക്കുവാൻ പോലും മടി കാണിക്കുന്ന, അലസത കാണിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. നമ്മളുടെയൊക്കെ യുവത്വം, ആരോഗ്യം അത് സമൂഹത്തിന് വേണ്ടി നന്മയുടെ മാർഗത്തിൽ അത് ചെലവഴിക്കുവാൻ മടി കാണിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഇത്തരത്തിൽ മടി കാണിച്ചുകൊണ്ട് ഈ ദുനിയാവും പരലോകവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരനും ഫിർഔനിന്റെ അടുക്കലേക്ക് അയക്കുന്ന സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നമുക്ക് കാണാം, ഇസ്ഹബ് അൻത വ അഖൂക ബിആയാതി. അല്ലയോ മൂസ, നീയും നിന്റെ സഹോദരനും എന്റെ അടുക്കൽ നിന്ന് നിനക്ക് എത്തിയിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുമായി കൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളുക. എന്നിട്ടോ എങ്ങനെയാണ് നിങ്ങൾ പോകേണ്ടത്? നിങ്ങൾ ചെയ്യരുത് എന്റെ ദിക്റിൽ നിന്ന്, എന്റെ സ്മരണയിൽ നിന്ന് നിങ്ങൾ ഒട്ടും അലസത കാണിക്കരുത്, മടി കാണിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാം, അവർ പറയുന്നത് വലതനിയ എന്ന വാക്കിന് അവരതിന് വിശദീകരണം കൊടുക്കുന്നത് നിങ്ങൾ മടി കാണിക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യരുത്, നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറയുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഇത് യഥാർത്ഥത്തിൽ വിശ്വാസികളോട് മുഴുവനുമുള്ള ഒരു കൽപ്പനയാണ്, നമുക്കൊക്കെയുള്ള കൽപ്പനയാണ്. ജീവിതത്തിൽ മടി നമ്മൾ മാറ്റിവെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റൊരായത്ത് നമുക്ക് കാണാം, നമുക്കൊക്കെ കാണാപാഠമുള്ള ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ ഫറഗത ഫൻസബ്. അല്ലേ, ഒഴിവ് സമയം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ അധ്വാനിച്ചു കൊള്ളുക എന്നതാണ്. എന്നിട്ടോ അത് മാത്രമല്ല, വഇലാ റബ്ബിക ഫർഗബ്. അങ്ങനെ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുനിയാവിനുള്ള പണിയും നമ്മൾ എടുക്കണം, അതുപോലെ തന്നെ ആഖിറത്തിനുള്ള, പരലോകത്തിനുള്ള പണിയും നമ്മൾ എടുക്കണം എന്ന് ഇതിലൂടെ കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മനുഷ്യനെ കാണുന്ന ഒരു ചരിത്രം നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു മനുഷ്യനെ കണ്ടു, ഇന്നി അറാ അർറജുല ഫയുഅജിബുനി. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത് പറയുന്നുണ്ട്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഫഅസ്അലു ഹൽ ലഹു മിൻ അമൽ. എല്ലാ മനുഷ്യ, നിന്റെ ജോലി എന്താണ്, നിന്റെ പ്രവർത്തനം എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും, ദുനിയാവിനുള്ള കാര്യത്തിലും അദ്ദേഹമില്ല, ആഖിറത്തിനു വേണ്ടിയിട്ടുള്ള പണിയും അദ്ദേഹം എടുക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിച്ചു എന്നാണ്, ഫഅസ്അലു, ഞാൻ ചോദിച്ചു, ഹൽ ലഹു മിൻ അമൽ, എന്താ നിന്റെ പ്രവർത്തനം എന്താണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്, യാതൊരു തരത്തിലുമുള്ള പ്രവർത്തനമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എന്നാൽ മടിയാണ് എന്ന രൂപത്തിലുള്ള ഒരു ഉത്തരമാണ് അദ്ദേഹത്തിന് തിരിച്ചു ലഭിച്ചത്. അവിടെ വെച്ച് നമുക്ക് കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ദുനിയാവിനുമുള്ള പണിയെടുക്കുന്നുമില്ല, പരലോകത്തിനുമുള്ള പണിയെടുക്കുമില്ലാത്ത ആളുകൾ അവർക്ക് എന്തു വിലയാണ് നമ്മൾ നൽകേണ്ടത്? അവരുടെ ജീവിതത്തിലുള്ള മറ്റുള്ള സമയങ്ങളെല്ലാം വെറുതെ ഒരു അനാവശ്യമായി കൊണ്ട് അവർ ചെലവഴിക്കുകയാണല്ലോ എന്ന് നമുക്ക് കാണാം. അബ്ബാസിയ കാലഘട്ടത്തിലെ മഹാനായ പണ്ഡിതനും അതുപോലെ തന്നെ ഖുർആൻ വ്യാഖ്യാതാവുമായ ഇമാം റാഖിബ്, അദ്ദേഹം അലസതയെ നിർവചിക്കുന്നത്, അതിന്റെ ഡെഫിനിഷൻ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ഇഷ്ടത്തോടെയും അതുപോലെ തന്നെ ആവശ്യത്തോടെയും ഊർജ്ജസ്വലതയോട് കൂടിയും ചെയ്യേണ്ട കാര്യങ്ങൾ അത് അലസതയോടുകൂടി ചെയ്യുക എന്നതാണ് അദ്ദേഹം അതിന് നിർവചനം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും അത് കടന്നു വരുന്നുണ്ട്. നമ്മളുടെ നമസ്കാരമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് കടന്നു വരുന്നുണ്ട്. ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് കടന്നു വരുന്നുണ്ട്. ഇനി അതൊന്നുമല്ലെങ്കിൽ പോലും അതാണ് ഏറ്റവും വലുത്. അതിലുമുപരി നമ്മളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ സമ്പാദിക്കണം, അതിന്റെ വിഷയങ്ങൾ, അതിൽ നമുക്ക് മടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ആഖിറത്തിന്റെ വിഷയത്തിൽ നമുക്ക് മടി വരുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടും ചെയ്യാത്ത ആളുകളുമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം എന്നാൽ അവന് അങ്ങനെ ഒരു അവസ്ഥയില്ല എന്നതാണ് സത്യം. ഒന്നുകിൽ ദുനിയാവിനുള്ള പണിയെടുക്കുക, അല്ലെങ്കിൽ ആഖിറത്തിനുള്ള പണിയെടുക്കുക. അതല്ലാത്ത ഒരു സമയമില്ല. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മളുടെ സമയം വെറുതെ ഇത് രണ്ടുമല്ലാത്ത രൂപത്തിൽ സോഷ്യൽ മീഡിയകളിലുമൊക്കെ നമ്മളുടെ സമയം ഒരുപാട് നമ്മൾ ചെലവഴിക്കുകയാണ്. ഒരു ദിവസത്തെ നമ്മളുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 4-6 മണിക്കൂറുകളാണ് ആ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. ദുനിയാവിനും അതൊരു ഉപകാരമില്ല, നാളെ പരലോകത്തിനും ഒരു ഉപകാരമില്ലാത്ത രൂപത്തിൽ നമ്മളുടെ ജീവിതത്തിലെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ കൃത്യമായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. മുൻഗാമികളായ സലഫുകൾ അവരുടെ ജീവിതത്തിൽ കാണാം, അവരവരുടെ ജീവിതത്തിലെ സമയത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരുന്നു. അതിലൊന്നാമത്തത് അവർ നൽകിയിരുന്നത് പടച്ച റബ്ബിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി, അതുപോലെ തന്നെ അറിവ് നേടുന്ന ദീനി വിഷയങ്ങൾക്ക് വേണ്ടി ഒരു ഭാഗം അവർ മാറ്റിവെച്ചിരുന്നു. രണ്ടാമത്തത് ദുനിയാവിന് വേണ്ടിയിട്ടായിരുന്നു, സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. മൂന്നാമത്തത് കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നു. ചില ചരിത്രങ്ങളിൽ നമുക്ക് കാണാം, രാത്രി തന്റെ ഇണയോട് ചോദിക്കുമായിരുന്നു, ഇത് എന്റെ റബ്ബിന് കൊടുക്കേണ്ട എന്റെ സമയം, അതിൽ അല്പം കുറവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ സമയത്തിൽ നിന്ന് അല്പം എന്റെ റബ്ബിന് വേണ്ടി ഞാൻ കടമെടുത്തോട്ടെ എന്ന് സലഫുകൾ ചോദിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള മടി കാരണം, അനാവശ്യ കാര്യങ്ങളിലേക്ക് നമ്മൾ തലയിടുന്നത് കാരണം ഒരുപാട് സമയം നമ്മളുടെ ജീവിതത്തിൽ അത് കവർന്നെടുക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. ഈ മടി കാരണം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം എന്താണ്? ഏറ്റവും വലിയ നഷ്ടമെന്നാൽ അത് ഇഹലോകവും പരലോകവും നഷ്ടമാണ്. ഈ ദുനിയാവിൽ അല്ലെ യഥാവിധം പണിയെടുക്കുവാനും യഥാവിധം നമുക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അത് അച്ചീവ് ചെയ്യാതെ പോകുന്നു. അതുപോലെ തന്നെ നാളെ പരലോകത്തിന് വേണ്ടി നാം ഒരുക്കേണ്ടത് അതെന്താണോ, നാം പഠിക്കേണ്ടത്, നാം ചെയ്യേണ്ടത്, നമ്മളുടെ അമലുകൾ അത് ചെയ്യാതെയും നമ്മൾ പോകുന്നു. അപ്പോൾ മടി കൊണ്ടുള്ള ഏറ്റവും വലിയ നഷ്ടമെന്നുള്ളത് അത് നമ്മളുടെ പരലോകവും ഇഹലോകവും നഷ്ടമാകുമെന്നുള്ളതാണ്. മഹാനായ ഭരണാധികാരി അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കുന്നുണ്ട്. മഹാനായ അബ്ദുൽ വാഹിബ് ബിൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്, അദ്ദേഹം രാജകുടുംബമാണ്. അദ്ദേഹത്തോടൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നുണ്ട്. മാ അസ്ഹബ മുൽകകും, താങ്കളുടെ ഭരണം താങ്കളിൽ നിന്ന് നഷ്ടപ്പെട്ടത് അതെന്തുകൊണ്ടാണ്? അപ്പൊ രാജാവല്ല, അദ്ദേഹം തിരിച്ച് അവരോട് മറുപടി പറയുന്നത്, അദ്ദേഹം പറയാണ്, രാവിലെയുള്ള എന്റെ ഉറക്കമായിരുന്നു എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ശേഷമുള്ള പ്രഭാത സമയത്ത് എന്റെ ഉറക്കമായിരുന്നു എന്റെ ഭരണത്തെ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അതുപോലെ തന്നെ വശുറുബുൽ അശവാത്ത്, രാത്രിയിലുള്ള അമിതമായ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും അതുപോലെ തന്നെ മദ്യപാനവുമായിരുന്നു എന്റെ കയ്യിൽ നിന്ന് ഭരണകൂടം പോകുവാനുള്ള കാരണം എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് പോയിന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബർക്കത്തായി നിശ്ചയിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച, ബർക്കത്തായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഒരു സമയമാണ് പ്രഭാത സമയം. ആ സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മുഴുവൻ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് പ്രഭാത സമയത്ത് നീ ബർക്കത്ത് നൽകണമേ എന്ന് അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാം അല്ലേ? പല കച്ചവട ക്ലാസുകളിൽ, ബിസിനസ് ക്ലാസുകളിൽ അവർ പറയുന്നതാണ്, രാവിലെ നിങ്ങൾ എണീക്കണം, നേരത്തെ എണീക്കണം, എക്സസൈസുകൾ ചെയ്യണം, പിന്നെയുള്ള സമയം നിങ്ങൾ ആ രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചു. ആ സമയത്ത് എന്റെ ഉമ്മ
ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് ആർക്ക് വേണമെങ്കിലും എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യങ്ങളെ നയിച്ചിരുന്നത് രാവിലെ അതിരാവിലെയായിരുന്നു. ആ ബർക്കത്ത് അതിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് അത് പ്രഭാത സമയത്തായിരുന്നു. കാരണം അതിൽ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ മഹാനായ ഒരു സ്വഹാബി അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാത സമയത്ത് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ കേട്ടതിന് ശേഷം മുതൽ എന്റെ കച്ചവടം അത് ഞാൻ രാവിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ ഞാൻ രാവിലേക്ക് എന്നു മുതൽ എന്റെ കച്ചവടങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങൾ അത് തുടങ്ങുവാനും ആദ്യം ആഖിറത്തിന് വേണ്ടിയുള്ള നമസ്കാരവും പ്രാർത്ഥനകളുമാണ്. അതിനുശേഷമുള്ള സമയം പലപ്പോഴും നമ്മൾ ഉറങ്ങാറാണ്. എന്നാൽ അതിനുശേഷമുള്ള സമയം സ്വഹാബി പറയാണ് ഞാൻ ഇതിലേക്ക് മാറ്റിവെച്ചപ്പോ കച്ചവടത്തിൽ ഒരുപാട് ബർക്കത്തുണ്ടായി പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് എന്ന് അദ്ദേഹം ചരിത്രത്തിൽ പറയുന്നത് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തണം. നമ്മൾ മടിയുള്ളവരായി പോകുവാൻ പാടുള്ളതല്ല. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ മൃഗങ്ങളും പക്ഷികളും പോലും ആ രാവിലെയുള്ള സമയം അല്ലെ, കിളികൾ ആ രാവിലോടുകൂടി ആ പ്രഭാതത്തിൽ അവർ പുറപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിനെ തവക്കുൽ ചെയ്യേണ്ട വിധം നിങ്ങൾ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ ലറുസിഖുതും കമാ റുസിഖ അത്വയ്ർ, ഒരു കിളിക്ക് ഒരു പക്ഷിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്ക് അല്ലാഹു ഉപജീവനം നൽകുമെന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പക്ഷിയുടെ ആ കിളികളുടെ ഒരു വിവരണം എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അവ പ്രഭാതത്തിൽ അവരുടെ കൂടുകളിൽ നിന്ന് ആ ഇരുട്ട് അത് മാറിയൊന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും ആ പ്രഭാത സുബഹിയുടെ നേരത്ത് അത് അവയുടെ കൂടുകളിൽ നിന്ന് പുറപ്പെടുന്നു. എങ്ങനെയാണ് പുറപ്പെടുന്നത്? അവരുടെ വയറുകൾ ഒട്ടിയ രൂപത്തിലാണ് അവർ പുറപ്പെടുന്നത്. എവിടെ നിന്ന് ഭക്ഷണം എനിക്ക് ലഭിക്കുമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് അവർ പുറപ്പെടുന്നത്. എന്നാൽ അവർ അവരുടെ കൂടുകളിലേക്ക് അവർ തിരിച്ചെത്തുമ്പോഴേക്കും അവർക്കുള്ള ഭക്ഷണം അത് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലൗ അന്നകും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, അല്ലാഹുവിനെ തവക്കുൽ ചെയ്യേണ്ട വിധം നിങ്ങൾ തവക്കുൽ ചെയ്തു കഴിഞ്ഞാൽ ലറുസിഖുതും കമാ തുർസഖു അത്വയ്ർ, ഒരു കിളിക്ക് അല്ലാഹു ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്കും അല്ലാഹു ഉപജീവനം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ സമയം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരുപാട് സമയം നമുക്കുണ്ട്. പക്ഷേ മരണാനന്തര ജീവിതത്തെ അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ കുറച്ചു മാത്രമേ നമുക്ക് ഈ ദുനിയാവിൽ സമയമുള്ളൂ. അതുകൊണ്ട് ഈ സമയം അത് യഥാവിധം പ്രിയമുള്ളവരെ മടി മാറ്റി വെച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളവരാണ് ഒരു മുസ്ലിം എന്നതാണ്. അപ്പൊ ഒന്നാമത്തത് മടി കാരണം നമ്മളുടെ ആഖിറത്തും പരലോകവും നഷ്ടമാകും എങ്കിൽ, രണ്ടാമത്തത് നമ്മളുടെ ഇബാദത്തിന് അത് വല്ലാത്ത ഒരു ആപത്ത് വരുത്തി വെക്കുമെന്നുള്ളതാണ്. അതിൽ സംശയമില്ല അല്ലേ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് കാണാം, ലികുല്ലി ഷൈഇൻ ആഫ വആഫത്തുൽ ഇൽമി അൻ-നിസ്യാൻ, എല്ലാ കാര്യങ്ങളിലും നാശമുണ്ട്. അറിവിന്റെ നാശം എന്നുള്ളത് മറവിയാണ്. അതുപോലെ തന്നെ ഇബാദത്തിന്റെ നാശം എന്നുള്ളത് അത് അലസതയാണ്, മടിയാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞിരുന്നത് നമുക്ക് കാണാം. മറ്റൊരു ചരിത്രത്തിലെ ചില വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. മുഹമ്മദ് ഇബ്നു അലി അദ്ദേഹം അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു കൊടുക്കുന്നത് കാണാം, യാ ബുനയ്യ, അല്ലയോ എന്റെ പൊന്നുമകനെ, ഇയ്യാക വൽ കസ്ല വൽ വജ്റ, എന്റെ പൊന്നുമകനെ നീ ജാഗ്രത പുലർത്തണം. മടിയിൽ നിന്നും അലസതയിൽ നിന്നും അതുപോലെ തന്നെ അക്ഷമയിൽ നിന്നും നീ ജാഗ്രത പുലർത്തണം. കാരണം ഫഇന്നഹുമാ മിഫ്താഹു കുല്ലി ശർരി, കാരണം മടി എന്നുള്ളതും അതുപോലെ തന്നെ ക്ഷമയില്ലാത്ത ഒരു അവസ്ഥയും ഇത് രണ്ടും തിന്മകളുടെ താക്കോലാണ്, നാശത്തിന്റെ താക്കോലാണ്, ഷെറിന്റെ താക്കോലാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മുനാഫിഖീങ്ങളെ പറഞ്ഞെടുക്കും. ആ സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? ഖുർആനിലേക്ക് നമുക്കൊന്ന് നോക്കാം. സൂറത്തുൻ നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ മുനാഫിഖീന
الذين يخادعون الله وهم خادعهم وإذا قاموا മുനാഫിക്കീങ്ങൾ അല്ലാഹുവിനെ ചതിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വഞ്ചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ആ മുനാഫിക്കീങ്ങളുടെ ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ ഖുസാലാ. അവർ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവർ മടിയന്മാരായി കൊണ്ടാണ് നമസ്കാരത്തിൽ നിൽക്കുന്നത്. യുറാഊനന്നാസ്, മറ്റുള്ള ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ നമസ്കരിക്കുന്നത്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, അല്ലാഹുവിനെ കുറിച്ച് വളരെ കുറച്ചല്ലാതെ അവർ ചിന്തിക്കുന്നില്ലല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ നമസ്കാരത്തിന്റെ ഇബാദത്തിന്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞത് മടിയ. അപ്പൊ നമ്മൾ ആ മടിയന്മാരായി മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പാടുള്ളതല്ല. അതിൽ നിന്ന് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പുതിയ ഒരു തുടക്കം നമ്മൾ കുറിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു വലിയ ഒരു ആപത്ത് മടികാരൻ നമ്മളിൽ ഉണ്ടാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അശ്ശൈത്വാനു യാസിമുൻ അലാ ഖൽബി ഇബ്നി ആദം. ശൈത്വാൻ ഇബ്നു ആദമിന്റെ മക്കളുടെ ഹൃദയങ്ങളിലെല്ലാം രാപ്പാർക്കും. ഫഇദാ സഖറുല്ലാഹ ഖസന, എന്നാൽ അല്ലാഹുവിനെ ഓർക്കുന്ന ഒരു ഹൃദയമാണോ ഒരുവനാണോ അവന്റെ ഹൃദയത്തിൽ നിന്ന് പിശാച് ഓടിപ്പോകും. വഇദാ ഗഫല വസ്വസ, എന്നാൽ മടിയന്മാരായ ആളുകൾ, ബോധമില്ലാതെ നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പിശാച് വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ ഒട്ടനവധി പിശാചുമായി ബന്ധപ്പെട്ട മറ്റും ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നമുക്ക് കാണാം. ഇദാ ഇസ്തൈഖദ അറൂഹു അഹദുക്കും, നിങ്ങൾ രാവിലെ നിങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ വുളൂ ചെയ്യണം, അതിൽ നിന്ന് പിശാചിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ വിഷയത്തിലൊന്നും നമുക്ക് മടിപാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പിശാച് ഒരു മനുഷ്യന്റെ പിരടിയിൽ 3 കെട്ടുകൾ ഉറങ്ങുന്നതിന് മുമ്പ് കെട്ടുമെന്നാണ്. എന്നിട്ടോ അതെങ്ങനെയാണ് അത് അഴിഞ്ഞു പോകുന്നത്? ഒരു മനുഷ്യൻ അവൻ രാവിലെ പ്രഭാതത്തിൽ അവൻ സുബഹിക്ക് വേണ്ടി എണീക്കുന്നത് അല്ലാഹുവിനെ ഓർത്തിട്ടാണെങ്കിൽ അതോടുകൂടി ഒരു കെട്ട് അതോടുകൂടി അവിടെ വെച്ചത് അഴിഞ്ഞു പോകും, അത് പൊട്ടിപ്പോകുമെന്നാണ്. അങ്ങനെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ എണീറ്റു, എന്നിട്ട് നമ്മൾ ഒന്നുകൂടി ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആ കെട്ടുകൂടി അവിടെ പൊട്ടും. എന്നിട്ട് സുബഹി നമസ്കാരം കൂടി അവൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ പിശാച് കെട്ടിയ ആ കെട്ടുകൂടി പൊട്ടിപ്പോകും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ വന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ എണീക്കുന്നു, വുളൂ ചെയ്യുന്നു, പള്ളിയിലേക്ക് പോയി നമസ്കാരം അവൻ നമസ്കരിക്കുന്നു. അങ്ങനെ നമസ്കരിച്ച വുളൂ ചെയ്ത അല്ലാഹുവിനെ ഓർത്ത് എണീറ്റ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നശീതായിരിക്കും, ഉന്മാശവനായിരിക്കും, എല്ലാ രൂപത്തിലും ആക്റ്റീവായിരിക്കും, അവന് സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും. എന്നാൽ മടിയന്മാരായി എണീക്കുന്ന ആളുകൾ അവർക്ക് അതുണ്ടാകുകയില്ല. ദുഷിച്ച മനസ്സുമായിട്ടായിരിക്കും അവർ എണീക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഏത് രൂപത്തിലാണ്? നമ്മൾ അങ്ങനെയാണോ ആരാധനയുടെ വിഷയത്തിൽ? എങ്കിൽ നാം മാറേണ്ടതുണ്ട്, മാറി ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാം ഹദീസിൽ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ളഈഫ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ദുർബലനായ ഒരു മുഅ്മിനേക്കാൾ അല്ലാഹുവിനേറെ ഇഷ്ടം അത് ശക്തനായ ഒരു മുഅ്മിനെ
മുഅ്മിനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഏതൊക്കെ വിഷയത്തിലാണ് അശക്തത അവന്റെ സംസാരത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ കടിശം പിടിക്കുക എന്നല്ല, എന്താണോ ഇസ്ലാം പറഞ്ഞത് ആ രൂപത്തിൽ പോകുന്ന അവന്റെ പെരുമാറ്റം, അവന്റെ നടത്തം, അവന്റെ ജീവിതം, അതുപോലെ തന്നെ എല്ലാ രൂപത്തിലും അവന്റെ ചിന്തകൾ, അവന്റെ പ്രവർത്തനങ്ങൾ, അതെല്ലാം അവന്റെ ശരീര പ്രകൃതി, അതെല്ലാം അൽ മുഅ്മിനുൽ ഖവി, ഒരു ശക്തനായ മുഅ്മിനാണ് അല്ലാഹുവിനേറെ ഇഷ്ടം ളഈഫായ ഒരു മുഅ്മിനേക്കാൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മളുടെ മടിയൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നമുക്കറിയാം മടി ഒരു രോഗമാണ്. മാ അൻസലല്ലാഹു മിൻ ദാഇൻ ഇല്ലാ നസ്സല ലഹു ദവാ, അല്ലേ? ഏതൊരു രോഗത്തിനും അല്ലാഹു അതിനുള്ള ശമനം നൽകിയിട്ടല്ലാതെ ആ രോഗം ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് മടി അത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. അല്ലാഹുവിലേക്ക് സഹായങ്ങൾ തേടിക്കൊണ്ട് നാം മടങ്ങേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന നമുക്ക് കാണാം, ഒരുപക്ഷെ നിങ്ങൾക്ക് യജിദു അന്നാസ കഇബിലിൻ മിഅതി ലാ തജിദു ഫീഹാ റാഹില, ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് 100 ഒട്ടകങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പക്ഷെ അതിൽ നിങ്ങൾക്ക് കയറി സഞ്ചരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകളെ മടിയന്മാരായി, കസ്ലന്മാരായി, ചിന്തിക്കാതെ അബോധാവസ്ഥയിൽ നടക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കാണാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഒരു ഗണത്തിൽ നമ്മൾ പെടരുത്. ഈ പുതിയ കാലഘട്ടത്തിൽ ഈയാമ്പാറ്റകളെ പോലെ ജീവിച്ചു പോകുന്ന ആളുകളായി നമ്മൾ മാറരുത്. മറിച്ച് ആർജവമുള്ള യഥാർത്ഥ വിശ്വാസം അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ആളുകളായി നമ്മൾ മാറണം. നമ്മൾ അറിവ് ശേഖരിക്കണം. ഒരുപാട് നമ്മളുടെ മടി അതോടുകൂടി തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാം. ലൗ യഅലമുൻ നാസു മാ ഫി നിദാഇ വസ്സഫിൽ അവ്വൽ, ബാങ്ക് വിളിക്കുന്നതിന്റെയും ഒന്നാമത്തെ സുഫിൽ നിൽക്കുന്നതിന്റെയും പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ സുമ്മ ലം യജിദു ഇല്ലാ അൻ യസ്തഹിമു അലൈഹി ലസ്തഹമു, പള്ളിയിൽ വന്നിട്ട് നറുക്കിട്ടിട്ടാണെങ്കിലും ആ ഒന്നാമത്തെ സുഫും അതുപോലെ തന്നെ ബാങ്ക് ഞാൻ വിളിക്കും എന്ന് അവർ ഏറ്റെടുക്കുമായിരുന്നു. ആ ബാങ്കിന്റെയും ഒന്നാമത്തെ സുഫിന്റെയും പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. അതുപോലെ തന്നെ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലല്ലദീന യസിലൂന അസ്സുഫൂഫ വമൻ സദ്ദ ഫുജറതൻ റഫഅ അല്ലാഹു ബിഹാ ദറജ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമസ്കാരത്തിൽ സുഫുകൾ നേരെയാക്കുന്ന ആളുകൾ അവരുടെ ദറജകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമെന്നാണ്. മറ്റൊരു ഹദീസ് കാണാം, വലൗ യഅലമൂന മാ ഫിൽ അതമതി വസ്സുബ്ഹി, സുബ്ഹി നമസ്കാരത്തിന്റെയും ഇശാ നമസ്കാരത്തിന്റെയും പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമ, നിങ്ങൾ പള്ളിയിലേക്ക് എത്തുമായിരുന്നു. വലൗ ഹബൻ, നിങ്ങൾ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ട്, നിങ്ങളുടെ കാൽമുട്ടിൽ ഇഴഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ കാലില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ പോലും അവൻ നിരങ്ങി ആ പള്ളിയിലേക്ക് എത്തുമായിരുന്നു. സുബഹി നമസ്കാരത്തിന്റെയും ഇശാ നമസ്കാരത്തിന്റെയും പ്രതിഫലം അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. അപ്പോ നാം ചെയ്യുന്ന കാര്യങ്ങളുടെ പ്രതിഫലം പ്രിയമുള്ളവരെ നാം തിരിച്ചറിയണം. മൻ സല്ലൽ ഇശാ, ആരാണോ ഇശാ ജമാഅത്തായി നിസ്കരിക്കുന്നത്, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ, അവൻ രാത്രിയുടെ പകുതി നമസ്കരിച്ചവനെ പോലെയാണ്. വമൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ആരാണോ സുബ്ഹി ജമാഅത്തായി കൊണ്ട് നമസ്കരിക്കുന്നത്, ഫകഅന്നമാ സല്ലൽ ലൈല കുല്ലഹു, അവൻ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ
അമലുകൾ അത് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഹാറൂൺ റഷീദ്, മഹാനായ ഖലീഫ, ആരാണ് ഹാറൂൺ റഷീദ്? അബ്ബാസിയ ഭരണകാലത്തിലെ ഖലീഫയാണ്. അദ്ദേഹത്തോട് അബുൽ ഹസായിയ എന്ന പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാം. ഹാറൂൺ റഷീദ്, താങ്കൾ മരണത്തെ ഭയപ്പെടണം. കാരണം താങ്കളുടെ ജീവിതത്തിൽ എങ്ങനെ കോട്ടകൾ കൊണ്ട് അടച്ചു കഴിഞ്ഞാലും ആളുകളെ നിർത്തിയാലും ആ മരണം താങ്കളുടെ ജീവിതത്തിൽ അത് കടന്നു വരിക തന്നെ ചെയ്യും. എന്നാൽ അബുൽ ഹസായിയ രാജാവിനോട് പറയാണ്, നീ പരലോകത്ത് രക്ഷ തേടാൻ നീ ആഗ്രഹിക്കുന്നു, എന്നാൽ അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ നീ സ്വീകരിക്കുന്നില്ല. കപ്പൽ ഉണങ്ങിയ വഴികളിലൂടെ സഞ്ചരിക്കുകയില്ല എന്ന് അബുൽ ഹസായിയ ഹാറൂൺ റഷീദിനോട് പറഞ്ഞു കൊടുക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മടി നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. ആ മടിയില്ലാതെ നമ്മൾ മുന്നോട്ട് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇന്നി അഊദു ബിക അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ൽ, പടച്ചറബേ മടിയിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് ദുനിയാവിന്റെ വിഷയത്തിലാകട്ടെ, നാളെ പരലോകത്തിന്റെ വിഷയത്തിലാകട്ടെ, എല്ലാ വിഷയങ്ങളിലും നമ്മളുടെ ഇബാദത്തുകളുടെ വിഷയത്തിൽ, എല്ലാ രൂപത്തിലും, പഠനത്തിന്റെ വിഷയത്തിൽ, എല്ലാ ഇടങ്ങളിലും ഒരു മുസ്ലിം എന്ന രൂപത്തിൽ ആ മടിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് വരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് വിജയം ഉണ്ടാകുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. യഥാവിധം മനസ്സിലാക്കിക്കൊണ്ട് മടിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധനാ കർമ്മങ്ങളിലുള്ള മടി അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ് എന്ന് നാം അറിയുമ്പോൾ ആ മുനാഫിക്കിന്റെ അപകടകരമായ ആ ഒരു ഇതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെയൊക്കെ മഗ്ഫിറത്തും അതുപോലെ തന്നെ അവരുടെ ആയുസ് അല്ലാഹു നീട്ടി കൊടുക്കുമാറാകട്ടെ. മരിച്ചുപോയവർ അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നാളെ നമ്മളെയും അവരെയും നമ്മളുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായത് അവർക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനന്നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ